മലപ്പുറം നഗരസഭ കഴിഞ്ഞ 3 വർഷം തുടർച്ചയായി നടത്തിവരുന്ന വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതികളുടെ ഭാഗമായി പ്രാഥമിക വിദ്യാഭ്യാസ രംഗം മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗം വരെയുള്ള മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് അവസരം ലഭ്യമായതായി ചെയർമാൻ മുജീബ് കാടേരി അറിയിച്ചു. ഇന്നോവേറ്റീവായിട്ടുള്ള പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്ത് ഗവൺമെന്റിന്റെ അപ്രൂവൽ വാങ്ങി, അതിന് ഇന്നോവേറ്റീവ് അപ്രൂവൽ കമ്മിറ്റിയുടെ അപ്രൂവൽ വാങ്ങി ആദ്യം ജില്ലാ പ്രോജക്റ്റ് മലപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തു. വലിയ റിസൾട്ടാണ് അത് ഉണ്ടാക്കിയത്. CUT കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള പ്രവേശനം CUTയിലേക്ക് വന്നിട്ട് ഇപ്പോൾ 2 വർഷമായുള്ളൂ. നമ്മൾ വന്ന വർഷം പ്യുവർലി സെക്കൻഡ് ഇയർ +2ന്റെ മാർക്ക് മാത്രമായിരുന്നു മാനദണ്ഡം. അതിനുശേഷം വന്ന 2 വർഷവും ആ വർഷവും മാർക്ക് അടിസ്ഥാനത്തിൽ കയറിയ ഫസ്റ്റ് വർഷവും തുടർന്നുള്ള 2 വർഷവും വലിയ രീതിയിലുള്ള റിസൾട്ട് CUT ഇന്ത്യയിലെ എല്ലാ ലീഡിംഗ് സർവകലാശാലയിലും നമ്മുടെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികൾ മലപ്പുറത്ത് നിന്ന് ആ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് എത്തി. 285 വിദ്യാർത്ഥികൾ ഓൾറെഡി നമ്മുടെ സർവകലാശാല ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലും തന്നെ പറയാം. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന നക്ഷത്ര സംഗമം ആദരിക്കൽ ചടങ്ങ് തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. P. ഉബൈദുള്ള MLA, സ്കില്ലേജ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബിഷർ KC, സയൻസ് മേഖലയിലെ സാധ്യതകളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിനായി ഡോക്ടർ അൻഷദ് K, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന ട്രെയിനർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പഠന ക്ലാസും തിങ്കളാഴ്ച ടൗൺ ഹാളിൽ വെച്ച് നടക്കും. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അബ്ദുൽ ഹക്കീം എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds.